ഹലോ ഗൈസ്, സത്യം പറയാലോ, സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പോലെ എല്ലാം ഓപ്പൺ ആണെന്ന് വിചാരിച്ച് പെഹൽഗാമിലെത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പല സ്ഥലങ്ങളും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത്. ഫാമിലി ആയിട്ട് ഇത്ര ദൂരം നമ്മൾ ട്രാവൽ ചെയ്ത് വന്നിട്ട് അവിടേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ എൻട്രി ഇല്ല, അത് അടച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇത് മുൻകൂട്ടി ക്ലിയറായി ആരും പറയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു പ്രിയാനിറ്റി വ്ളോഗ്. അപ്പോൾ ഇന്നെത്തിയിട്ടുള്ള പെഹൽഗാമിലാണ്. പെഹൽഗാമിൽ ഈ പറഞ്ഞ പോലെ പോണി റൈഡിലാണ് ഞാൻ പോകാൻ പോണത്. മേത്താബ് വാലിയും ഓറു വാലിയാണ് പോകാൻ പോണത് കേട്ടോ. നല്ല കിതപ്പുണ്ട്. അപ്പോൾ കുറച്ച് കയറിയിട്ട് വേണം അവിടെ നിന്ന് പോണി പിടിക്കാനായിട്ട്. സെയിം ഇന്നലത്തെ പോലെ സോൺമർഗിൽ പോയ പോലെ തന്നെ. അപ്പോൾ പ്രിയ ബാക്കിലുണ്ട്. എവിടെ അടിയിലൊക്കെ ഹോസ്റ്റലിൽ അങ്ങ് എടുക്കുന്നുണ്ട്. वो क्या कर रहे भैया? उसको निकालना है नाल। निकलना है नाल। ये क्या चीज के लिए निकाल रहे? थोड़ा चोट लग गया है। ओ കുറേ പേര് ഇപ്പോഴും പഴയ വീഡിയോയും റീലും കണ്ടിട്ടാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണ് മക്കളെ. ചില സ്പോട്ടുകളൊക്കെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ചിലത് ഓഫ് സീസൺ ആയതുകൊണ്ടും തന്നെ ഇവിടെ ക്ലോസ് ആണ്. കാഴ്ചകൾ സുന്ദരം തന്നെയാ, പക്ഷെ ട്രൂത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ട്രാവൽ വ്ളോഗ് എന്നത് നല്ലത് മാത്രം കാണിക്കാനുള്ളതല്ല, യഥാർത്ഥ അനുഭവം നിങ്ങളുടെ അടുത്ത് കൂടിയും ഷെയർ ചെയ്യണല്ലോ. मेरा नाम बशारत। बशारत, आप इधर से है पहलगाम? आप उस वो टाइम आप भी था लास्ट वर्ष और टेररिस्ट अटैक टाइम आप इधर ही है और नहीं? नीचे मार्केट में थे, ऊपर नहीं। ओहो, उसको बाद क्लोज नहीं था? उसको बाद पहलगाम क्लोज किया कितना? हाँ, कितना मंथ के लिए? 6 मंथ। उसका बाद अभी ओपन किया? उसके बाद अभी ओपन किया, लेकिन 2 जगह अभी भी बंद है। और जगह अभी भी बंद है? और ഞങ്ങൾ നല്ലൊരു ഹെൽപ്പറിനെ എടുത്തു. ഒരാളുണ്ടെങ്കിൽ ധൈര്യമല്ലേ. അപ്പോൾ കൊച്ചിനെ എന്തെങ്കിലും എടുക്കാനോ പിടിക്കാനൊക്കെ ആണെങ്കിൽ ഒരു ഹെൽപ്പറിനെ കൂട്ടിയെടുത്തു. നമ്മൾ റേറ്റൊക്കെ ഇവിടെയും സോമർഗ് പോലെ തന്നെ ബാർഗെയിൻ ചെയ്യാണ് ബെറ്റർ. 1300 കുറച്ചു ഒരു ഹോസ്. ഇനിയും കുറക്കണവരുണ്ട് കേട്ടോ. 700-800 എടുക്കണവരുണ്ട്. നമ്മൾ കൊച്ചൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്ന് നമ്മൾ വല്ലാണ്ട് വില പശ നിന്നാലേ നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ സുരക്ഷയാണല്ലോ മുഖ്യം. കാണാൻ അടിപൊളിയാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അന്ന് പെഹൽഗാമിന്റെ അന്ന് അറ്റാക്ക് ഉണ്ടായില്ലേ, അതിനുശേഷം കുറെ സ്ഥലങ്ങളൊക്കെ അടച്ചോക്കാണ്. അന്നത്തെ മെയിൻ ആ പെഹൽഗാമിലുണ്ടാക്കിയ അറ്റാക്കിന്റെ സ്ഥലവും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇനി മറ്റൊരു കാര്യം പറയാതെ വയ്യ മക്കളെ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ നോക്കി ചിലയിടങ്ങളിൽ നിന്ന് നല്ല റേറ്റ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പോണി റൈഡ് ആദ്യം ഒരു റേറ്റ് പറയും, പിന്നെ ഹാഫ് വേ ചെന്നാൽ വേറെ സ്പോട്ട് കാണിക്കാമെന്ന് പറഞ്ഞ് എക്സ്ട്രാ ക്യാഷ് ചോദിക്കും. ചിലപ്പോൾ ഇവിടെ വരെ മാത്രം പാക്കേജ്, അത് വേറെ ചാർജ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ബില്ല് കേട്ടാൽ നമ്മുടെ തല കറങ്ങും. ഫാമിലിയുമായി വന്നാൽ എക്സ്പെഷ്യലി കെയർഫുൾ ആകണം. കുട്ടികളും അമ്മയും ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല, പോണി തന്നെ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രഷറൈസ് ചെയ്യും. ഇതിൽ നിന്നും പെടാതെ രക്ഷപ്പെടാൻ നോക്കുക. ഒരു ചെറിയ അഡ്വൈസ്, എന്ത് സർവീസ് എടുക്കുന്നതിന് മുന്നേ ഫുൾ റേറ്റ് ക്ലിയർ ആക്കുക. പെർ പേഴ്സൺ ആണോ, ഫുൾ ട്രിപ്പാണോ, എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും ഉണ്ടോ, എല്ലാം ചോദിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ പോണി ബുക്ക് ചെയ്യുക. ഇവിടുത്തെ നേച്ചറൊക്കെ അടിപൊളിയാണ്, പക്ഷേ ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ചില ആൾക്കാർ അവസരം നോക്കി ക്യാഷ് അടിക്കുകയാണ്. അതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റിനോടൊപ്പം കുറച്ച് കോമൺ സെൻസും കൂടി ഉണ്ടെങ്കിൽ ട്രിപ്പ് സേഫ് ആയിരിക്കും. ये है यहाँ का पेड़, मतलब जो अखरोट रहता है ना। ഈ കാണുന്നതാണ് കേട്ടോ വാൾനട്ടിന്റെ മരമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനൊന്നുമല്ല കേട്ടോ, വരുന്ന മലയാളികൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. റിയൽ എക്സ്പീരിയൻസ് പറയുന്നതാണ് ജെന്യുവൻ ട്രാവൽ വ്ളോഗ്. അപ്പോൾ ഇവിടെ പെഹൽഗാമിൽ മറ്റേ ബൈസൺ വാലിയാണ് ഏറ്റവും കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലം. അത് ക്ലോസ്ഡ് ആണ്. അന്നത്തെ എന്താ പറയുക, അന്നത്തെ ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോവാണ്. ഒരു कितना किलोमीटर हम आगे है भाई उधर से नीचे से? ऐसा कम 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് മേലേക്ക് കയറി വന്നു. സോൺമർഗിനെ അപേക്ഷിച്ച് കുഴപ്പമില്ല, കുറച്ചും കൂടി നല്ല വഴിയാണ് പോകാനായിട്ട്. ഉറങ്ങണ കാരണം മാത്രം ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഹെൽപ്പറിനെയും പറഞ്ഞു. വേറെ എന്താ ഇവിടെ അതന്നെ കുതിര, പോണി റൈഡ് കാര്യങ്ങൾ, മൗണ്ടൻസ്, സ്നോ,
എന്തായാലും വിസിറ്റ് ചെയ്യണമെന്ന് ആള് പറയണേ, മസ്റ്റ് ആയിട്ട്. ശരിയാണ്, കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷെ ഇതിനേക്കാളും ഭംഗിയായിരുന്നു മുന്നേ. കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആയിരുന്ന സമയത്ത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടുത്തെ ഇനി ചന്ദൻ വാലി ഉണ്ട്. ചന്ദൻ വാലിക്ക് ഇവിടെ നിന്ന് നമുക്ക് കാറിൽ വേണം പോകാനായിട്ട്. പക്ഷെ അത് സൈറ്റ് സീയിങ് ക്ലോസ്ഡ് ആണോന്ന് അറിയില്ല, ചോദിക്കണം. ഇനി ഓപ്പൺ ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകേണ്ടതായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ റിട്ടേൺ ഇനി മടങ്ങാനാ ചാൻസ്. എന്തായാലും അധികം വൈകാനില്ല. നാളെ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളതാണ്. ഫ്ലൈറ്റ് ശ്രീനഗറിൽ നിന്ന് ഡയറക്റ്റ് കേരളയാണ്. പക്ഷെ കേരള ഇതാണ് എന്താ പറയുക, മാറിക്കയറണം, ഡൽഹിയിൽ നിന്ന് മാറിക്കയറണം. അപ്പോൾ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്, കൊച്ചുള്ളതല്ലേ. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ റിട്ടേൺ പോകാനുള്ള പ്ലാനും ഉണ്ട്. അങ്ങനെ ആപ്പിൾ തോട്ടത്തേക്ക് പോയി കാണുന്നുണ്ട്. ആപ്പിളുകളില്ല, ആപ്പിൾ പൂക്കളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആപ്പിൾ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്തായാലും കാശ്മീർ ഞങ്ങളുടെ യാത്ര അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ലൈഫ് ടൈമിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ് പെഹൽഗാം, അതുപോലെ സോൻമർഗ്, ഗുൽമർഗൊക്കെ സെക്കൻഡ് ഫേസ് ഞാൻ പറഞ്ഞില്ലേ, നോക്കി പോവാ. ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ അനുസരിച്ച് നോക്കി പോവാ. പലരും പലതും പറയും. എന്നെ അപേക്ഷിച്ച് എനിക്ക് കൊച്ചിനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായേനെ. ഇപ്പോൾ അവൻ ഓക്കെ ആണെങ്കിലും തന്നെ എല്ലാം ദൈവം സഹായിച്ച് നല്ല ഭംഗിയായിട്ട് തീർന്നു. ഇത് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പിൻ്റെ അവസാന ദിവസമാണ് ഈ കാണുന്ന പെഹൽഗാം. ഞങ്ങൾക്ക് എന്തായാലും നല്ല സന്തോഷമുണ്ട് ഫാമിലി ആയിട്ട് ഇതുപോലെ കാശ്മീർ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റിയതിൽ. ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ കാശ്മീർ വരേണ്ടതാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ പെഹൽഗാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും മഴ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫേമസ് ബിരിയാണി കഴിച്ചു. റിട്ടേൺ പോകുമ്പോൾ നല്ല മഴയാണ്, നമുക്ക് കാണാൻ പറ്റില്ല. വായനൊക്കെ ഇങ്ങനെ പുക പോണ മഴയാണ്. ഡ്രിങ്കിങ് വാട്ടർ കേട്ടാ, മലയെന്ന് വരും ഡ്രിങ്കിങ് വാട്ടർ. കാണുന്നതൊക്കെ കേട്ടാ ആപ്പിളിന്റെ മരങ്ങളാണ്. പൂവ് പൂത്തിരിക്കുകയാണ്. ആപ്പിൾ മരങ്ങളായിട്ടില്ല. अभी एप्पल नहीं है ना भैया? एप्पल आने वाला है. कब आएगा? 1 मंथ में आएगा? आने वाला है. अब तो फूल गिरेंगे. हाँ. आएंगे पीछे पीछे. इधर ना ये दिखाऊंगा मैं. यहाँ चल. ये हाँ. देखो इसमें जो पत्ते गिर गए ना. हाँ. अब इसको ये एप्पल पीछे है. एप्पल पीछे है. ये पीछे है. हाँ हाँ हाँ. ये आ गया है एप्पल. हाँ हाँ हाँ. ये है ना 5 इसमें है 5 फूल. हाँ. इसमें 5 एप्पल मतलब ये 1 2 3 4 5 6 7 एप्पल है इसमें. ഈ കാണുന്ന ഒറ്റ ചെടിയുമേ 5 7 7 ആപ്പിൾ വരുന്നുണ്ട് അല്ലേ? 7 ആപ്പിൾ ആയേക്കാം. അങ്ങനെ അതുപോലെ കണ്ടമാനവിടെ ആപ്പിളുകളുണ്ട്. ഇതാണ് ഞങ്ങളുടെ അർഷദ് ഭയ്യ. ഞാൻ ആളെ മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ആളാണ് ഞങ്ങളുടെ ഇത്ര നേരം ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയ ആള്. ഞാൻ ഈ വ്ളോഗിൽ ആളുടെ ഡീറ്റെയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാശ്മീർ വരാണെങ്കിൽ ആളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ സേഫായിട്ട്, നമ്മുടെ സേഫ്റ്റി ആണല്ലോ മുഖ്യം, സേഫായിട്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ എല്ലാ സ്ഥലങ്ങളും കാണിക്കും. ആ ഇത് നിങ്ങൾ കണ്ട ഇവിടത്തെയുള്ള വീടുകളുടെ പ്രത്യേകതയാണ് കാണിക്കുന്നുണ്ട. വീടിന്റെ അടുത്ത് തന്നെ ആപ്പിൾ മരം ഉണ്ട്, നെല്ലുണ്ട്. നെല്ല് है ना? नहीं वो क्या है? ലസൻ എന്ന് പറഞ്ഞാൽ മാലും നീ ചക്കര ഗാർലിക് ആണ്. പിന്നെ കണ്ട വേറെ കുറെ വെജിറ്റബിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ട നമ്മുടെ അവിടെയൊക്കെയുള്ള പോലെ നമ്മൾ കേരളത്തിലൊക്കെ ചെയ്യണ പോലെ തന്നെ വീടുകളുടെ അടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ആപ്പിൾ ഉണ്ടായി കഴിഞ്ഞാൽ അതേ കണ്ട ഈ കാണുന്ന പോലെ ആപ്പിൾ ഉണ്ടാവും. ഇതിപ്പോ ഡമ്മി അവര് കാണാൻ വേണ്ടി വെച്ചിട്ടില്ല കേട്ടാ. ഫ്രഷ് ആപ്പിൾ ജ്യൂസ് ആണ് നിങ്ങൾ കഴിക്കാൻ പോണേ. रेड भी है. हाँ 3 आ गए. और पिकल है, जाम है. जाम है. സ്വീറ്റ് ആയിരിക്കും. മാത്തു ജ്യൂസ് കുടിച്ചോടാ. മാത്തു അപ്പ ജ്യൂസ് എരിയൂടാ.
ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മുന്നത്തെ ശ്രീനഗർ വീഡിയോ, സോൻമർഗ് വീഡിയോ, ഗുൽമർഗ് എന്നീ കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും പുതിയ വീഡിയോകളായിട്ട് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ഫ്രം പ്രിയ ആൻ്റണി വ്ളോഗ്.